വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 51 അധ്യായം 6 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ഈ തിരുവചനം പുതിയ നിയമത്തിൽ 4 വിവിധ പുസ്തകങ്ങളിൽ കാണാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24 അധ്യായം 35 തിരുവചനം: ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഹെബ്രായർ 1 അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ: കർത്താവെ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവയൊക്കെയും നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. 2 പത്രോസ് 3 അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ: കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. വെളിപാട് 21 അധ്യായം 1 തിരുവചനം: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. യേശയ്യാ 52 അധ്യായം ഇസ്രായേലിന്റെ മോചനവും ദൈവത്തിന്റെ ആശ്വാസവും പ്രഖ്യാപിക്കുന്ന അധ്യായമാണ്. ദൈവം തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സിയോൻ പുതുജീവിതത്തിലേക്ക് ഉണരുകയും ചെയ്യുന്നു. പ്രധാനമായും ദൈവത്തിന്റെ നാമം അറിയപ്പെടുകയും അവന്റെ രക്ഷ ലോകമെമ്പാടും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.